ഹായ് ഗൈസ്, അഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അൺറിയൽ എഞ്ചിനിലേക്ക് ഒരു കസ്റ്റം 3D മോഡലിനെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടുള്ള ഒരു 3D മോഡലാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ട്യൂട്ടോറിയലിന് വേണ്ടി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവേണ്ടെന്ന് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഈ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ അൺറിയൽ എഞ്ചിൻ്റെ പ്ലേലിസ്റ്റാണ്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ബ്ലെൻഡറിലേക്ക് കയറാം. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഫ്രം ദ സ്ക്രാച്ച് നമ്മളൊരു ഫുൾ പ്ലേലിസ്റ്റ് ഇടുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മുതൽ ബ്ലെൻഡറിനകത്ത് അത്യാവശ്യം പ്രൊഫഷണൽ വേയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. മോഡലിംഗ്, ടെക്സ്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി ചെയ്തൊരു 3D മോഡലാണ്. നമുക്ക് ഇതിനെ എങ്ങനെ നമ്മൾ അൺറിയൽ എഞ്ചിനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ അൺറിയൽ എഞ്ചിനിൽ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽസിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ. അതിൽ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലൊരു മെനു ഓപ്പൺ ആയി വരും. അതിൽ ഞാനിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് FBXലാണ്, FBX ഫയൽ ടൈപ്പ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ എവിടേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ എക്സ്പോർട്ട് ചെയ്യേണ്ട പാത്ത് കൊടുത്തതിന് ശേഷം ഫയലിനൊരു പേര് കൊടുക്കുന്നുണ്ട്. ട്യൂട്ടോറിയൽ മോഡൽ എന്നാണ് ഞാൻ ഫയലിൻ്റെ പേര് കൊടുക്കുന്നത്. അതിനുശേഷം എക്സ്പോർട്ട് FBX എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു 3D മോഡൽ സക്സസ്ഫുള്ളി എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഇനി അൺറിയൽ എഞ്ചിനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഞാൻ എൻ്റെ അൺറിയൽ എഞ്ചിൻ പ്രൊജക്റ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. നമ്മളുടെ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇങ്ങനത്തെ ഗെയിം ചെയ്യുന്നതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ജസ്റ്റ് നമ്മുടെ ട്യൂട്ടോറിയലിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ചെയ്ത ഒരു 3D മോഡലിനെ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ ഈ ഒരു ലിറ്റിൽ നിന്ന് അൺലിറ്റിലേക്ക് ഒരു മോഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കണ്ടന്റ് ബ്രൗസറിൽ പോവുക. പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ഫോൾഡറിന് ബ്ലെൻഡർ മോഡൽസ് എന്ന് നെയിം കൊടുത്തു. അതിനുശേഷം ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറുക. അതിനുശേഷം ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഇമ്പോർട്ട് ടു ഗെയിം ബ്ലെൻഡർ മോഡൽസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എവിടെയായിരുന്നു നമ്മുടെ മോഡൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫയൽ പാത്തിൽ പോയതിനു ശേഷം ആ ഒരു മോഡൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും. അപ്പോൾ എല്ലാം ബൈ ഡിഫോൾട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്താൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. ജസ്റ്റ് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു 3D മോഡൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട് നമ്മുടെ അൺറിയൽ എഞ്ചിൻ പ്രോജക്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഒരു ബ്ലെൻഡറിൽ ചെയ്ത മോഡൽ നമ്മൾ അൺറിയൽ എഞ്ചിനിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിനെ നമുക്ക് നമ്മളുടെ ഒരു സീനിലേക്ക് വെക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് ഇതിപ്പോൾ ഭയങ്കര വലിയൊരു മോഡലാണ്. ഞാനിപ്പോൾ ഇതിനെ ജസ്റ്റ് ചെറുതാക്കിയിട്ട് താഴെ വെക്കാനാണ് പ്ലാൻ. ഓക്കെ, ജസ്റ്റ് നമ്മളവിടെ അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഒരു ഗെയിം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളുടെ ഗെയിം പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നൈറ്റ് വ്യൂ ആണുള്ളത്. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ബ്ലെൻഡറിൽ ചെയ്ത നമ്മളുടെ ഒരു 3D മോഡൽ. ഇപ്പോൾ ഇത് ബൈ ഡിഫോൾട്ടായിട്ട് ഇതിനകത്തൊരു കൊളീഷൻ അവർ അൺറിയൽ എഞ്ചിൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിലേക്ക് ഫയർ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് എൻ്റെ ഒരു ഫയറിങ്ങിൻ്റെ ബുള്ളറ്റ് കൊളൈഡ് ആവുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് ഒരു കൊളീഷൻ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ എങ്ങനെ അൺറിയൽ എഞ്ചിനിലേക്ക് നമ്മളുടെ ഒരു 3D കസ്റ്റം മോഡലിനെ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് അൺറിയൽ എഞ്ചിൻ പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.